ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെ മൊമെന്റ്സ്. ലോകമെമ്പാടുമുള്ള മലയാളി പ്രേക്ഷകർ ആവേശപൂർവ്വം ഹൃദയത്തോട് ചേർത്ത് വെച്ച ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ മെഗാ മാരത്തോൺ ഗ്രാൻഡ് ഫിനാലെയുടെ പ്രസക്ത ഭാഗങ്ങൾ വീണ്ടും. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞങ്ങളെ ഇന്നോളം നെഞ്ചോട് ചേർത്ത പ്രിയ പ്രേക്ഷകർക്ക് മഹാസംഗീത മത്സരവേദിയിലേക്ക് യൂണിറ്റേസ് മസാലാസ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആലാപന വസന്തങ്ങളുടെ വർണ്ണവീതിയിലേക്ക് മനോഹര ഗാനവുമായി ശ്രീഭുവൻ എത്തുന്നു. വെൽക്കം ശ്രീഭുവൻ ഓൺ സ്റ്റേജ്. ഭുവന, രണ്ടാം ഘട്ടത്തിലേക്ക് സ്വാഗതം. ആദ്യത്തെ ഘട്ടത്തിൽ വിജയിച്ചതിന് കൺഗ്രാറ്റുലേഷൻസ്.
ഭുവൻ ഇന്ന് ഈ പാട്ട് ഈ വേദിയിൽ നന്നായിട്ട് പാടും. നല്ലൊരു കൈ. ഭുവൻകുമാർ, ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ എൻ്റെ മോളുണ്ടല്ലോ മീനിക്കുട്ടി, പിന്നെ ഇത്രയും ദിവസം ഞാൻ ഈ വേദിയിൽ കണ്ടിട്ട് ഇപ്പോഴാണ് ഏറ്റവും ചുന്ദരിയായിരിക്കുന്നത്. ഈ ഹെയർ സ്റ്റൈലാണ് ഏറ്റവും കൂടുതൽ മാച്ച് ചെയ്യുന്നത്. ഈ മുടി നല്ലതാ. തമിഴ് പടത്തിൽ വിജയകാന്ത് ഒക്കെ തോളത്ത് തോർത്തിടും. അതേ പിടിച്ചു ഇടയ്ക്ക് ഇങ്ങനെ ചില സാധനങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. രണ്ട് ചെരുപ്പം തന്നെ പിടിച്ചു നിൽക്കുന്നുണ്ടോ? പിടിച്ചു നിൽക്കാൻ ഒരു ബലം വരും. രണ്ട് മുടി അങ്ങനെ ഒരു ബലത്തിന് നല്ലതാ. നല്ലതാ. ഭുവൻ വളരെ നന്നായിരുന്നു കേട്ടോ, ഉഗ്രനായിട്ട് പാടി. താങ്ക് യു സർ. ഇനി അടുത്ത സ്റ്റേജിൽ നമുക്ക് കാണാം, ഭാഗ്യമുണ്ടെങ്കിൽ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ശ്രീഭുവന, ശ്രീഭുവൻ പാടിയ പാട്ടിനെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഈ പാട്ടിനെ പറ്റി എനിക്കൊരു തോന്നുന്നുണ്ട് ചേട്ടാ. ഇതൊരു ട്രെയിൻ യാത്രയാണ് ഈ പാട്ടിൽ. ഇപ്പൊ ഈ പാടിയ ഹമ്മിങ് ഇല്ലേ എന്ന് പറഞ്ഞ് തുടങ്ങുന്നേ, അവിടെ തൊട്ട് ശ്രദ്ധിച്ചേട്ടാ കറക്റ്റ് ഒരു സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുക്കുന്ന ഒരു ഫീലാ. വളരെ പതുക്കെ അതെടുത്ത് അതിന്റെ കൂടെ എന്നും പറഞ്ഞൊരു പുകയൊക്കെ പോയി മൊത്തത്തിൽ ട്രെയിൻ ഓടുന്ന ഒരു ഫീൽ ഈ പാട്ടിൽ മുഴുവനുണ്ട്. അത് ഈ ചിക്കുബുക്ക് റെയിലേക്കുണ്ട്, ചയ്യയ്ക്കുണ്ട്. മൊത്തം ഫ്ലൈറ്റും കാറും ജീപ്പും തോണിയും ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും റിഥമിക് ആയിട്ടുള്ളൊരു യാത്ര എപ്പോഴും ട്രെയിനാ. നല്ല ഒരു മിനിമം റിഥത്തിനകത്ത് ഈ ട്രെയിൻ എവിടെ പോകുന്ന നിർത്തുന്നതിനും എടുക്കുന്നതിനും എല്ലാം ഏറ്റവും റിഥമിക് ആയിട്ടുള്ള യാത്ര ഉള്ളൊരു സാധനമാണ് ട്രെയിൻ. ബ്യൂട്ടിഫുൾ. ഞാനിത് പറയാൻ കാരണം നമ്മുടെ സെക്കൻഡ് ഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സെക്കൻഡ് ഘട്ടത്തിന്റെ യാത്ര നമ്മൾ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നിർത്താൻ പാടില്ല. ഇനി നല്ല വാശിയോടുകൂടി തുടർന്ന് പോയിക്കൊണ്ടിരുന്നില്ലെങ്കിൽ നിങ്ങളുടെ ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുന്ന 2-3 പേരുണ്ട്. അവരുടെയൊക്കെ സ്വഭാവം മാറും. പിന്നെയും എന്നുള്ള പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് കേട്ടോ. ആ മൂവി അതെ മോൻ നന്നായിട്ട് പാടി. താങ്ക് യു. അപ്പോൾ ഇനി ഒരു പാട്ടും കൂടെ പാടാനായിട്ടുള്ള അവസരമുണ്ട്. അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പേടിയൊന്നും കൂടാതെ തന്നെ ഇവിടെ വന്ന് അവതരിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അനുഗ്രഹവേദിയിൽ അത്ഭുതവും ആഘോഷവും ആകാംക്ഷയും സമ്മാനിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഗായിക അന്നൂസ്. വെൽക്കം അനന്യകുട്ടി ഓൺ സ്റ്റേജ്. ഒന്ന് ചെരിഞ്ഞു നിന്നേ. ഈ സൈഡിലോട്ട്. അല്ല, ചിച്ചിരി ചെരിഞ്ഞു നിൽക്കുമ്പോ ഇവിടെ നോക്കുമ്പോഴേ പഴയ വെസ്റ്റേൺ TV ഒക്കെ ഇരിക്കുന്ന പോലെ തല പുറകോട്ടൊരു സംഭവം ഇരുന്നിട്ട് മൂടിലോട്ടുള്ള TV ഇല്ല അതുപോലെ ഇരിക്കുന്നത്. ഒരു ചെറിയ ഉണ്ണിയാർച്ച പോലെ. അതെ അതെ. അല്ല, ഇതാണ് ഉണ്ണിയാർച്ച. മറ്റേത് ശരിക്കും ആർച്ച, ഉണ്ണിയില്ല. ഉണ്ണിക്കുട്ടിയാണ്. ആ, ഏതാണ് പാട്ട്? അങ്ങനെ കണ്ണെഴുതി. അതാണ്. പാടിക്കോ. 1 2 3 4 1. കാത്തിരുന്നു
അനന്യക്കുട്ടിയേ എന്തോ തെയ്യത്തോം തെയ്യത്തോ. എന്നാ ഒരു പാട്ടാ. ഇതിനെന്താ പറയുന്നറിയോ? എന്താണ്? കൺട്രോൾഡ് സിംഗിങ്. അതായത് ചില ഭാഗങ്ങളൊക്കെ വളരെ കൺട്രോൾ ചെയ്ത് വോയിസ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുന്നില്ല, എന്നാൽ വളരെ ക്ലാരിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, അതൊരു 90% അത്രത്തോളം കൺട്രോൾഡ് സിംഗിങ് ആയിരുന്നു. നന്നായിരുന്നു മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. താങ്ക് യു. അനൂസ് കലക്കി. താങ്ക് യു സർ. ആഹാ, സബാഷ്. എനിക്ക് ഇഷ്ടപ്പെട്ട ചില എലിമെന്റ്സ് ഞാൻ പറയാം. ഒന്ന് അറപ്പുര, അത് എല്ലാവരുടെയും പ്രൊണൗൺസ് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കൃത്യമായിട്ട് അത് പറഞ്ഞു. പിന്നെ അനൂസിനെ ഇവിടെ കാണാൻ ആ പൂക്കളുടെ ഇടയിൽ എല്ലാം കൂടെ ഈ ലൈറ്റിംഗ് ഒക്കെ വന്നപ്പോഴത്തേക്കും അയ്യോ വേറൊരു ലോകത്തെ ഏതോ ഒരു ലിറ്റിൽ പ്രിൻസസിനെ പോലെ ഇരുന്നു കേട്ടാ. താങ്ക് യു. എന്താ പറയണ്ടേ, ഉഗ്രനായില്ലേ, കലക്കിയില്ലെന്ന്. വീണ്ടും നമ്പൂരി വന്നു. എന്റെ പൊന്നിടാവ്, ഈ നമ്പൂരി എവിടെ വന്ന് കേറിയേക്കുന്നത്? ചിരി പോലും നമ്പൂരി, ചിരി പോലും എല്ലാ നമ്പൂരി. സൂപ്പർ ആയിരുന്നു കേട്ടോ. താങ്ക് യു സർ. എങ്കിലും എനിക്ക് കാണാൻ വേണ്ടി ആദ്യത്തെ ഒരു 4 വരി മാത്രം എക്സ്പ്രഷൻ ഇട്ട് കണ്ണെഴു ആ സാധനമൊക്കെ ചെയ്തിടണം പാടാം. Action song, അതിലെ action song. വാക്കുകളുടെ എല്ലാ അർത്ഥം എക്സ്പ്രഷനും കൈയും കൊണ്ടൊക്കെ കാണിച്ചു വേണം പാടാൻ. അത് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഒരു കാര്യം ചെയ്താൽ രമേശ് ചേട്ടനും കൂടെ വന്നാലോ? അപ്പൊ കുറച്ച് കള്ളനവൻ വന്നില്ലെന്നാ പാട്ട്. അത് സാരല്ല, പോരെ. കള്ളം side വന്നിട്ടില്ല. വന്നാ മതി. കള്ളനായതുകൊണ്ടാ പറഞ്ഞ ചെല്ലാൻ. രമേശ് ചേട്ടനും വാ, ഭാവന ചേച്ചി, ചേച്ചിയും കൂടെ വായോ. തെയ്യത്തോം 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 തെയ്യത്തോം. രമേഷ് വേണ്ടിട്ടാ പറഞ്ഞേ. തെയ്യത്തോം അതെ. തെയ്യത്തോം 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 തെയ്യത്തോം. കുട്ടി എക്സ്പ്രഷൻ കാണിച്ചു കൊടുക്കണം കേട്ടോ, രണ്ടുപേരും കൂടെ. അഞ്ഞന കണ്ണിലൂതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ മണവാളനെത്തും നേരം കുടുമയിൽ ചൂടാനൊരു കുടമുള്ള മലർമാല ഓർത്തിരുന്നു. അഞ്ഞന കണ്ണിലൂതി ആലിലത്താലി ചാർത്തി അറപ്പുരവാതിലിൽ ഞാൻ കാത്തിരുന്നു. ഇനി രമേശ് ചേട്ടൻ കാണിച്ചോ. അങ്ങനെ തൊട്ട് തുടങ്ങണം. മണവാളം തൊട്ട് മതി. മണവാളനെത്തും നേരം കുടുമയിൽ ചൂടാനൊരു കുടമുല്ല മലർമാല കോർത്തിരുന്നു. എനിക്ക് വാക്കുകളില്ല പക്ഷെ സാർ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ കുറഞ്ഞു പോകും. കുറഞ്ഞു പോകുന്ന എന്തെങ്കിലും അതെ, ഞങ്ങള് വെറുതെ വിട്ടേക്കും. എങ്ങനെ ഇനി ഞങ്ങൾക്ക് തെയ്യത്തോം തെയ്യത്തോം പാടി തന്നാ ഞങ്ങൾ അത് ആ താളത്തിനങ്ങ് പോയാ അല്ല, അത് പെട്ടെന്ന് പോയിക്കോട്ടെ. തെയ്യത്തോം 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 തെയ്യത്തോം. ബൈ 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 ബൈ. കുറുമ്പിന്റെ കള്ളച്ചിരിയുമായി വിസ്മയ വിരുന്നുകൾ സമ്മാനിച്ചിട്ടുള്ള നമ്മുടെ ഹരിക്കുട്ടൻ. വെൽക്കം ശ്രീഹരി ഓൺ സ്റ്റേജ്. നിന്റെ അടുത്ത് കൊല്ലത്ത് പോകാൻ പറഞ്ഞാൽ നീ കോഴിക്കോട് വഴി കൊല്ലത്ത് പോകും. ഇങ്ങനൊക്കെ വരുന്നു. കൊല്ലത്ത് വരാൻ പറഞ്ഞ കോഴിക്കോട് വഴി കൊല്ലത്ത് വരുമെന്ന്. കോഴിക്കോട് വരി. മടിയാ? കോഴിക്കോട് എന്റെ അച്ഛന്റെ വീടാ. അതറിഞ്ഞില്ല. അതാണ് കോഴിക്കോട് വഴി പോയത്. അതാണ് അവിടുന്ന് ഇറങ്ങി വന്നപ്പോ നേരെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടുന്ന് വളഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പൊ നിന്റെ അച്ഛന്റെ വീട്ടിൽ പോയിട്ട് എല്ലായിടത്തും പോകാറല്ലോ അല്ലേ? ആ ശ്രീഹരിക്കുട്ടാ, ആ അത് ആരാ ഇരിക്കുന്നേന്നുണ്ടോ നീ? ആ ആരാ? ഭവന
ആന്റി. ആന്റി വേണ്ടായിരുന്നു. എടാ നിനക്ക് ഭാവന ചേച്ചിയുടെ സിനിമയിൽ അഭിനയിക്കണ്ടേ? ആ ഒരു ദിവസം എടാ നിന്റെ നായികയായിട്ട് ഒരു ദിവസം അഭിനയിക്കുന്നു. ഞാനതല്ലേ ചോദിക്കുന്നത്. എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയില്ല. ഭാവന കണ്ണൂരിട്ട് കാണിച്ചായിരുന്നോ? ആ ഉരുട്ടി കാണിച്ചു. അവൻ ഭയങ്കര ചിരിയായിരുന്നല്ലോ. അവനാണെങ്കിൽ അവൻ ഭയങ്കര ചിരി. അവന് സന്തോഷമായി കണ്ണൂരിട്ട് കാണിച്ചു കണ്ടിട്ട്. എനിക്ക് പ്രേതത്തിനെ പേടിയില്ല. എനിക്ക് അച്ഛനെ അപ്പൊ പ്രേതഭാവമാണ്. എന്നെ ആന്റിന്ന് വിളിച്ചു. എന്നെ പ്രേതത്തിന് അല്ല പേടിയില്ല. അല്ല എന്നെ അപമാനിച്ചു തീർന്നെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. ഇല്ല. ഏത് പാട്ടാ പാടുന്നേ? ഞാൻ ആത്മവിദ്യാലയമേ. ഓ ഈ ടീഷർട്ട് കെട്ടിട്ട് പ്രായം കൂട്ടിയൊന്നും പോരാ, അവൻ ചെയ്ത ഒരുക്കാനും കൂടെ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വയസ്സിൽ പാടാൻ പറ്റിയ പാട്ട്. താങ്ക് യു സാർ. നന്നായിട്ട് പാടും മോനെ. ആ പേടിയൊന്നും വേണ്ട, സുഖമായിട്ട് നിന്ന് പാടും. നന്നായി പാടിക്കഴിഞ്ഞാൽ ഞാൻ ഒരു ഗിഫ്റ്റ് തരുന്നുണ്ട്. നന്നായി പാടിക്കഴിഞ്ഞാൽ ആ ഓൾ ദി ബെസ്റ്റ്. ആത്മവിദ്യാലയമേ ആത്മവിദ്യാലയമേ അവനീലാത്മവിദ്യാലയമേ അഴിനിലയില്ല ജീവിതമില്ല അഴിനിലയില്ല ജീവിതമില്ല ആരടി മണ്ണിൽ നീറിയൊടും ആരടി മണ്ണിൽ നീറിയൊടും ആത്മവിദ്യാലയമേ തിലകം ചാർത്തി ചികിയുമഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ തിലകം ചാർത്തി ചികിയുമഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാത്തൊരു തലയോടായി ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാത്തൊരു തലയോടായി ആത്മവിദ്യാലയമേ ഇല്ല ജാതികൾ ഭേദവിചാരം ഇവിടെ പുക്കവർ ഒരു കൈചാരം ഇല്ല ജാതികൾ ഭേദവിചാരം ഇവിടെ പുക്കവർ ഒരു കൈചാരം മന്നവനാട്ടെ യാചകനാട്ടെ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ മന്നവനാട്ടെ യാചകനാട്ടെ വന്നിടുമൊടുവിൽ വഞ്ചിത നടുവിൽ ആത്മവിദ്യാലയമേ അവനീലാത്മവിദ്യാലയമേ കലക്ക് കടുക് വറുത്ത് കേട്ടാ. താങ്ക് യു സാർ. താങ്ക് യു. അരിക്കുട്ടാ ആ നന്നായിട്ട് പാടിയടാ, ബ്യൂട്ടിഫുൾ. താങ്ക് യു സാർ. നിന്റെ പ്രായത്തിൽ ഇത് നീ നന്നായിട്ട് പാടി. ഹരിക്കുട്ടാ ആ നന്നായിരുന്നു കേട്ടോ. താങ്ക് യു സാർ. ശ്യാമരാഗം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നിട്ടാണ് ഇങ്ങനെ പാടിയത്. ആ നല്ല പക്വതയായിട്ട് പാടിയല്ലോ. വളരെ പക്വതയുള്ള ആൾക്കാർ പാടുന്ന പോലെ പാടി. താങ്ക് യു സാർ.
ഏറ്റവും ക്യൂട്ടായിരിക്കുന്ന ഇതാണ്. താങ്ക് യു സർ, താങ്ക് യു സർ. ഇത് മോൻ്റെ ഈ സൈസിനും ഈ ഒരു ക്യൂട്ട്നെസ്സിനൊന്നും ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത ഒരു പാട്ടാണ് മോൻ പാടിയത്. ഭയങ്കര രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കാനായിട്ട്. ഇതൊരു ഈ പോക്കറ്റ് റോക്കറ്റ് എന്നൊക്കെ പറയണ പോലെ ഇത്രയേ ഉള്ളൂ സൈസ്, പക്ഷേ ഈ വായിന്ന് വരുന്ന ഒരു സൗണ്ടും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ ഉണ്ടല്ലോ. ഓ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, എനിക്ക് നന്നായിട്ട് പാടി. താങ്ക് യു എനിക്ക് തോന്നി. ചേച്ചി. താങ്ക് യു സാർ. അപ്പൊ എങ്ങനെയാ ചേച്ചി നമുക്ക് സിനിമയിൽ എടുക്കാൻ പറ്റോ? ഉറപ്പായിട്ടും സിനിമയിൽ എടുക്കും. ഓക്കെ ആയില്ലേ? അപ്പൊ അവന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് കേട്ടോ, പറയാൻ മടിയായതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന. ചേച്ചി വരാന്ന് അറിഞ്ഞപ്പോ മുതലേ നമ്മള് പറയുന്നുണ്ട് കന്നഡ തെലുങ്കു എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അവന് തെലുങ്ക് അറിയില്ല എന്നൊക്കെ പറയെങ്കിലും ചേച്ചി എന്ത് ചോദിച്ചാലും അവൻ തെലുങ്കിൽ ഉത്തരം പറയും. ഓ അങ്ങനെയാണോ? അങ്ങനെയാണ് അവൻ പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ. അതെയോ? ഇന്ന് എന്താ രാവിലെ കഴിച്ചത്? രാവിലെ കഴിച്ചത് ഇഡലിയിലും. ഓ കറക്റ്റ് തെലുങ്ക്. അയ്യോ ഞാൻ എങ്ങനെ പഠിക്കുന്നത്? ഇഡലിയിലു അത് കറക്റ്റാണ്. ഈ തെലുങ്ക് സിനിമ ഞാൻ ആക്ച്വലി മലയാളം അതോ കന്നഡ എന്നൊക്കെ ആലോചിക്കായിരുന്നു. തെലുങ്ക് ഫിക്സ് ആണ്. തെലുങ്ക് ഉറപ്പിച്ചു. നിങ്ങളൊക്കെ ഓർക്കുന്നത് ഭാവന കറക്റ്റ് ആണെന്ന് പറയുന്നത് ഇവൻ കുട്ടിയായതുകൊണ്ട് സമ്മതിക്കുക എന്നുള്ളതല്ലേ? അങ്ങനെയല്ല, ഭാവന അത് കറക്റ്റാന്ന് വിശ്വസിച്ചിരിക്കുവോ ഇപ്പൊ ഇഡലിയിൽ എന്ന് പറയുന്നത് കറക്റ്റ് ആണെന്നിട്ട് അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ സിനിമയുടെ പേര് ഹരിശ്ചന്ദ്ര എന്നാണ്. ഇവന്റെ പേരിലൊരു ഹരിയുണ്ട്. ഈ ഹരിശ്ചന്ദ്രന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കള്ളം പറയൂല. അങ്ങനെ ഒരാളാണ് ഈ ഹരിശ്ചന്ദ്രൻ. അതാണ് അദ്ദേഹത്തിന്റെ കഥ. നീ എന്തെങ്കിലും ഒരു കള്ളം പറയാൻ പറ്റുമോ? ഇപ്പം ഭാവന ചേച്ചിയോട് ഒരു കള്ളം പറയാൻ പറ്റുമോ? ചേച്ചിനെ നോക്കിയിട്ട് ഒരു കള്ളം പറയണം. ഈ മധുവേട്ടനെ പറ്റി ഒരു കള്ളം പറഞ്ഞാൽ മതി. മധുവങ്ങളിനെ പറ്റി ഒരു കള്ളത്തരം ഭാവന ചേച്ചിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. മധുവങ്ങൾ വളരെ ഒരു തെറ്റും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് കള്ളമാണ്. കണ്ട ഒരു തെറ്റും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഉഗ്രം കള്ളം. അതാണ് കള്ളം പറയുവാണ് ഇതുപോലെ പറയാം കേട്ടോ. ആ കള്ളത്തിന് ഫുൾ മാർക്ക് ഞാൻ തന്നിരിക്കുകയാണ് കേട്ടോ. വെരി ഗുഡ്, താങ്ക് യു മോനെ. കരിയമാമൻസ് അമ്മാവൻസ് ഭയങ്കര മിടുക്കനാണ് കേട്ടോ. താങ്ക് യു സാർ. ഓ ഈ വയസ്സിലൊക്കെ ഈ പാട്ടൊക്കെ എടുക്കുക, അതിവിടെ വന്ന് റിഹേഴ്സലിന് അസാധ്യമായിട്ട് പാടി. ഈ വയസ്സിൽ ഇങ്ങനെ പാടുന്നെന്ന് പറയുന്നത് ഗംഭീരം തന്നെയാണ് കണ്ണ. താങ്ക് യു സാർ. ഓക്കെ ഓക്കെ. റൈറ്റ്. മധുര സംഗീത വിരുന്നിന് ആലാപനത്തിന്റെ വർണ്ണരാജി പകരാൻ ഫിനാലെ വേദിയിലേക്ക് എത്തുന്നു നമ്മുടെ സ്നേഹലൂട്ടി. വെൽക്കം നേഹൽ ഓൺ സ്റ്റേജ്. നെഹൽ ഒന്നും പറയുന്നില്ല. ഏത് പാട്ടാ പാടുന്നേ? ആടിക്കോ നിന്ന്. So presenting the ever consistent performer in Top Singer, Snehal. 1, 2, 3.
സ്നേഹൽ എന്തോ ടെൻഷൻ, ബാക്കിയുള്ളവരെ പോലെ തന്നെ കുറച്ച് ടെൻഷൻ ഇന്ന് സ്നേഹലിനുണ്ട്. ഇതിന്റെ പ്രശ്നം മാത്രമല്ല, അല്ലാതെ ഇതിനെയൊക്കെ പുറന്തള്ളിക്കൊണ്ട്, ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളെയും പുറന്തള്ളിക്കൊണ്ട് ഗംഭീരമായിട്ട് പാടി. താങ്ക് യു സർ. നേഹല് നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ആലാപന ശൈലി കൂടെയും ആലാപന മികവിൽ കൂടെയും എന്നെ ഒരു 10 പ്രാവശ്യമെങ്കിലും യു ഹാവ് അട്രാക്റ്റഡ് മീ ടു ദ സ്റ്റേജ് ടു ഹഗ് യു. അടുത്ത തവണ അത് തന്നെ ആകട്ടെ, എന്നെ അവിടെ വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. നേഹൽ കുട്ടി എന്തോ അസലായി കേട്ടോ പാടിയത്. Thank you, sir. ഉഗ്രനായിരുന്നു, വളരെ നന്നായിരുന്നു. സെക്കൻഡ് സ്റ്റേജിൽ നിന്ന് തേർഡ് സ്റ്റേജിലേക്ക് എത്താൻ ദൈവം അനുഗ്രഹിക്കട്ടെ, ഇടവരുത്തട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. കഴിഞ്ഞ കമന്റ് കഴിഞ്ഞു. അടുത്ത ആൾക്ക് പോവാം. അങ്ങനെയുള്ള പരിപാടിയാ. എനിക്കൊക്കെ വലിയ രീതിയിൽ എൻ്റെ കുട്ടിക്കാലം ഓർമ്മ വരുത്താൻ പറ്റുന്നത്. കാരണം നമ്മൾ ചെറുതാവുമ്പോൾ വലുതാവണം എന്ന് ഭയങ്കര ആഗ്രഹമാണ്. വലുതായി കഴിയുമ്പോൾ ഒരു 2 ലോണും എടുത്തൊക്കെ കഴിയുമ്പോഴാണ് മനസ്സിലായിരുന്നത് കുട്ടിക്കാലമായിരുന്നു ഭേദം എന്നുള്ളത്. അപ്പം പുതിയ പിള്ളേർ ഈ പരിപാടി കാണുന്ന അല്ലെ കണ്ടുകൊണ്ടിരുന്ന പുതിയ കുട്ടികൾക്കും ഇത്തരത്തിലുള്ള പാട്ടുകൾ കാണാനും കേൾക്കാനും അതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകാനും ഒക്കെ ഉള്ള ഒരു കാരണമാവുന്നുണ്ട് ഇതുപോലൊരു സ്റ്റേജിൽ നിങ്ങൾ വന്നത് പാടുമ്പോൾ. കേട്ടോ, ഓൾ ദ ബെസ്റ്റ്. ഗംഭീരമായിരുന്നു. ഭാവന, ഹലോ. ഹായ്. എനിക്ക് ഓരോ പെർഫോമൻസ് കഴിയുമ്പോൾ എനിക്ക് പറയാൻ അറിയില്ല ഇനി എന്താ ഞാൻ പറയേണ്ടതെന്ന് അറിയില്ല. അത്ര നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഇറ്റ് വാസ് മാജിക്കൽ. നന്നായിട്ട് പാടിയുള്ളൂ. ഭാവന രണ്ടുപേരും കൂടെ പറയുന്നത് എനിക്കറിയില്ല എന്ന് പറഞ്ഞ് മാജിക്കൽ എന്ന് പറഞ്ഞാൽ പോരാ, കുട്ടികൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. എന്റെ ഒരു കണക്കൂട്ടലിന് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് രണ്ടുപേരും പാടാതെ ഇത് ഈ ഫ്ലോറിന്റെ ഒരു പ്രത്യേകതയാണത്. ഇവിടെ വന്ന പലരും അബു സലീം സാർ വരെ ഇവിടെ വന്നിട്ട് 2 ദിവസം പാടി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ആരും പാടാതെ ഇവിടുന്ന് പോകുന്ന ഒരു ചരിത്രം ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിട്ടില്ല. അതിന് മുൻപ് ഞാനൊരു തലകറക്കൊക്കെ അവിടെ. കുറച്ചേരം കഴിയുമ്പോ ആ സീറ്റ് കാലി. ഭാവന അപ്രത്യക്ഷയായി. ഞാൻ വേറൊരു കാര്യം, അഥവാ ഞാൻ ഈ പാടുകയാണെങ്കിൽ ദയവ് അത് പ്രൊമോ കട്ട് ചെയ്ത് ഇടരുത് പ്ലീസ്. തിരുവോണ ദിനത്തിൽ എന്ന് പറഞ്ഞിട്ട് ഇതിട്ടോണ്ടിരിക്കുന്നത്. തിരുവോണ ദിനത്തിൽ ഭാവനയുടെ ഗാലാപനങ്ങൾ HD ദൃശ്യ മികവോടുകൂടി. അപ്പൊ നമ്മുടെ സുരാജ് വഞ്ഞാറുമോട് ഇത് എന്തരടേ. അല്ല, ഈ ഭാഷ പറഞ്ഞപ്പോഴേ MJ വേറെ കാര്യം, ഭാവന അങ്ങനെ ഇവിടെ മലയാളത്തിൽ അഭിനയിച്ചു. പിന്നെ ഭാവന ഒരു സൗത്ത് ഇന്ത്യൻ സ്റ്റാറായി. അങ്ങനെ പലയിടത്തൊക്കെ പോയി അഭിനയിച്ചിട്ട് പിന്നെ ഭാവന ഭയങ്കര സ്റ്റൈലായി. ഭാവന മുടിയൊക്കെ കളർ ചെയ്ത് നല്ല ഒരു ഉഗ്രൻ സാഗരലേശാക്കിയൊക്കെ കഴിഞ്ഞ് ഭാവന എന്ന് പറയുന്ന ഒരാൾ നല്ല സ്റ്റൈലിൽ നിൽക്കുമ്പോഴും ഭാവനയ്ക്ക് ചെറിയൊരു ശാപം കിട്ടിയിട്ടുണ്ട്. എന്താ അറിയാമോ, ഭാവന ചില TV ഷോയിലൊക്കെ വന്ന് ഭയങ്കര സ്റ്റൈലായിട്ടിരിക്കുമ്പോൾ പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ അനുകരിക്കുന്നത് ഭാവനയാണ്. പെൺ മിമിക്രിക്കാർ അനുകരിക്കുന്ന ഒരാൾ ഭാവനയാണ്. അപ്പൊ ഭാവന നല്ല സ്റ്റൈലൊക്കെ ആയിട്ട് കോണ്ടാക്ട് ലെൻസ് ഒക്കെ ചെങ്ങനെ ഇരിക്കുമ്പോൾ അനുകരിക്കുന്ന ഒരു പെൺകുട്ടി വരും. അടുത്തതായി ഭാവനയുടെ ശബ്ദം ചെയ്യൂ, ചാളക്കൂട്ടാൻ കൂട്ടിയിട്ടാ ചോറിട്ടാ ചാളക്കൂട്ടി കഷ്ടമൂർത്തി കത്തായിട്ടാ എന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ചെയ്യും. അതോടുകൂടി മുടിയുടെ കളറും പോയി, പൂച്ചക്കണ്ണും പോയി, സർവ്വസംഗതിയും പോയിട്ട്. ഇത് ഭയങ്കര ശരിയാട്ടോ. ഇത് മറ്റേ എന്റെ ഫസ്റ്റ് മൂവിയിലെ ഡയലോഗ്. ഇത് ഇടയ്ക്കിടയ്ക്ക് എല്ലാവരും പറയുന്നത്. ഞാൻ ഇത് കാണുമ്പോഴൊക്കെ എനിക്ക് ഇത് വാട്സാപ്പിലൊക്കെ ഫ്രണ്ട്സൊക്കെ അയച്ചു തരും, നിന്റെ വോയിസ്. ഇത് കഴിഞ്ഞ് എനിക്കൊരു ദിവസം മുഴുവൻ ഞാൻ എല്ലാവരോടും വഴക്കാം. ഇങ്ങനെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ പറയുമ്പോ ചെറിയ ചാളക്കൂട്ടാൻ അടിക്കുന്നുണ്ട്. അത് ഒന്നാമത് ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മലയാളം വളരെ കുറവേ സംസാരിക്കുള്ളൂ. അതൊരു മലയാളം സംസാരിക്കാൻ കിട്ടുന്ന അവസരം എനിക്ക് ഭയങ്കര ഒരു ഇതാണെന്നൊക്കെ. അപ്പോ ഓക്കെ, ബൈ. ബൈ. ബൈ, ടാറ്റ, ഓൾ ദ ബെസ്റ്റ്. അനുഗ്രഹനാഥ നിറവിന്റെ സ്വര സൗകുമാര്യം നമ്മുടെ പ്രിയ ഗായിക അതിഥി. വെൽക്കം അതിഥി ഓൺ സ്റ്റേജ്. How are you today? Fine, sir. All good? Yes, sir. What's up? Great. Going great. ഇതാണ് പാട്ട്. ഞാൻ ഇന്ന് തുമ്പി വാ തുമ്പക്കുടത്തിന് എന്ന പാട്ട്. All the best. All the best. All the best.
അതിഥി സർ എങ്ങനെ പാടിയെന്നു? കുഴപ്പമില്ലാണ്ട് പാടി. അല്ലല്ല, ഇപ്പൊ ആദ്യം പറയാൻ വന്നത് എന്താണ്? നന്നായിട്ട് പാടി. അത് തന്നെയാണ് പറയണ്ടത്. അതായത് ആത്മവിശ്വാസം വേണം. ഒരാൾ ചോദിക്കുകയാണ് എങ്ങനെ പാടി, മോശമായിട്ട് പാടിയെങ്കിൽ മോശമായിട്ട് പാടിയെന്ന് പറയാം. ഇതിൽ എവിടെങ്കിലും പോയിട്ടുണ്ടോ? അനുപല്ലവിയിലെ ലാസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. നമുക്കിനി ഗരിസനി, അത്രേ ഉള്ളൂ. വേറൊന്നും ഒരു പ്രശ്നമില്ല. എനിക്കിഷ്ടപ്പെട്ടു, വളരെ നന്നായിരിക്കുന്നു. ഇനി ഒരു പാട്ടും കൂടെ പാടാനില്ലേ? അതും കൂടെ കേട്ടിട്ട് ഞാൻ പിന്നെ ബാക്കി പറയാം. അതിഥി, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ടോപ്പ് സിംഗറിനും അപ്പുറമായിട്ട് നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം എന്ന് പറയാം, യു ബിക്കം എ വണ്ടർഫുൾ മ്യൂസീഷ്യൻ, നോട്ട് ജസ്റ്റ് എ സിംഗർ. ഒരു പാട്ടുകാരൻ മാത്രം, പാട്ടുകാരി മാത്രം, മ്യൂസീഷ്യൻഷിപ്പ് ഉണ്ടാക്കണം. അതിൻ്റെ സ്പാർക്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് എപ്പോൾ അതിഥി സ്റ്റേജിൽ വന്നാലും. കേട്ടോ, അതെപ്പോഴും മനസ്സിൽ വെക്കണം എൻ്റെ ഈ വാക്കുകൾ. കേട്ടോ, എന്നാലും അതിഥി, യു ഡിഡ് യുവർ ബെസ്റ്റ്. ദാറ്റ് ഈസ് വെരി നൈസ്. അതിഥി കുട്ടി, ഭാവിയിൽ പല മെഗാ ഷോകളിലും പല സ്ഥലങ്ങളിലും അതിഥിയായിട്ട് പോകാൻ സാധിക്കട്ടെ. അതെ കേട്ടോ, ഓൾ ദി ബെസ്റ്റ്. അതിഥി, ആലപ്പി രംഗനാഥ് എന്ന് പറയുന്ന ഒരു മ്യൂസിക് ഡയറക്ടർ ചെയ്തിട്ടുള്ള ഒരു പാട്ടുണ്ട്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് അതും ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയിരുന്നു. അത് ഓർമ്മിച്ചുകൊണ്ട് പറയാ, പാത്തു പതുങ്ങി പമ്മി നടക്കും കുഞ്ഞിക്കുഴി മടിയൻ, ആമച്ചേട്ടനും ഓട്ടക്കാരും മൊയിലും കൂട്ടുകാർ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് കേട്ടിട്ടുണ്ടോ? ആ യൂട്യൂബിലുണ്ട്, കേട്ട് നോക്കിക്കോട്ടോ. നല്ല ട്യൂണും നല്ല രസമൊക്കെ ഉള്ളൊരു പാട്ടാണ്. ഈ പാട്ട് ഏതായാലും ഗംഭീരമായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അതിലേക്ക് ഇനി തുമ്പിവ സ്പെഷ്യലിസ്റ്റിനോട് ഈ സംഗാനത്തെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എന്റെ തുമ്പിവ എന്തായാലും തീരുമാനമായി. ഞാൻ ഇനി ജീവിതത്തിൽ ആ പാട്ട് പാടൂല്ല. അല്ലല്ല, ചേച്ചിയുടെ തുമ്പി വേണ്ട, ഞാൻ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാനിരിക്കുകയാണ്. എനിക്ക് എന്റെ തുമ്പി ഇനി വരുവോ ഇല്ല. ഓൾറെഡി എനിക്ക് ഭയങ്കര കോംപ്ലക്സ് ആണ്, എനിക്ക് ഒരിക്കലും പാടാൻ പറ്റൂല എന്ന്. പിന്നെ എൻ്റെ കുറേ ഫ്രണ്ട്സ് നന്നായിട്ട് പാടും, ഫ്രം സൈനോര, രമ്യ, പിന്നെ ജോത്സ്ന, റിമി, അങ്ങനെ എല്ലാവരും. അത് സൈനോര, അത് ജോത്സ്ന, ഇത് രമ്യ, ഇത് റീമി. ഓക്കെ, അത് ഈ പാട്ടുകാർ കൂട്ടുകാരായിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാടാനുള്ള സർവ്വ കോൺഫിഡൻസും പോകും. അതെ, സത്യം. ഇവരുടെ പണി എന്ന് പറഞ്ഞാൽ നമ്മളെ തെറ്റിക്കില്ല, കോൺഫിഡൻസ് കളയില്ല. വെറുതെ ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും വെറുതെ പാടുന്നത്, ഉടനെ നീ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്നൊക്കെ ചോദിക്കും. അതോട് ഞാൻ തൃപ്പൂണിത്തുറ RLV കോളേജിൽ പാട്ട് പഠിച്ചുകൊണ്ടിരുന്ന 5 പേരുടെ കൂടെയാണ് മിമിക്രി കളിക്കുന്ന താമസിച്ചിരുന്നത്. ഇവന്മാരാണ് ഞാൻ വെറുതെ രാവിലെ മിണ്ടായിരിക്കണമെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് പേടിപ്പിച്ച് എന്റെ കംപ്ലീറ്റ് പാട്ട് പോയത്. അല്ലെ ചിലപ്പോ ഒരു വലിയ ഗായകനാവേണ്ട ആളായിരുന്നു ഞാൻ. എല്ലാം കൈവിട്ട് പോയി. അയ്യോ, ഞാൻ പാട്ട് പഠിക്കാൻ പോയ കഥയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഞാൻ പാട്ട് പഠിക്കാൻ പോയിട്ട് ഈ ഫസ്റ്റ് ഈ സരിഗമ അതൊക്കെ തന്നെയല്ലേ, 2 ദിവസത്തിനുള്ളിൽ ഞാൻ നിർത്തി പോകുന്നു. ഞാൻ ഇവർ സിനിമാ പാട്ടൊന്നല്ല പഠിപ്പിക്കുന്നത്, ഇവർ കുറെ സരിഗമയാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നിർത്തി പോകുന്ന ഒരു കഥയൊക്കെ ഉണ്ട്. സിനിമ പാട്ട് പഠിക്കാൻ പോയതാണോ അവിടെ? അതെ, ഞാൻ സിനിമ പാടട്ടെ പിഷു, പാടട്ടെ. തുമ്പിവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പിവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായൂഞ്ഞാലിടാം. താങ്ക് യു. ഇത് ഞാൻ ഈ കൊല്ലത്തെ ഒരു ചെറിയ റിക്വസ്റ്റ്, രണ്ടുപേരും കൂടെ ഒന്നുകൂടെ. നമ്മുടെ സെലിബ്രേഷൻ ആണ് ഈ മൊമെന്റ്സ് എന്ന് പറയുന്നത്. തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം, ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം, തുമ്പിവാ തുമ്പക്കുടത്തിൽ തുഞ്ചത്തായൂഞ്ഞാലിടാം. La 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 la. Thank you. Thank you. Thank you. Thank you, ഭാവന. ഗംഭീരമായി. La 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 la.